Welcome to School Guru Learning App. Today we are going to discuss the first chapter of 10th CBSE Chemical Reactions and Equations. So I have given the topic here, you can see the topic, right? Okay, so let's start with the first part of our chapter, that is chemical reactions. After that we will deal with the second part of our chapter, that is what are called or what are the different types of chemical equations. So here I am changing my page. Okay, so before starting the chapter, let me ask you or let me tell you what is called a chemical reaction. എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്? നമ്മൾ രാസപ്രവർത്തനം എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഭാഗം എന്ന് പറയുന്നത് റിയാക്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുണ്ട്. When a react converted into a product, that is called a chemical reaction. ഒരു റിയാക്റ്റൻ്റ് ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറുക എന്നുള്ളതിനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാറ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആട്ടോ, വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ഓർ വി നോ വാട്ട് ഈസ് കോൾഡ് എ സോൾട്ട് സൊല്യൂഷൻ. ഒരു സോൾട്ട് സൊല്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഉപ്പ് വെള്ളം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ ഉപ്പ് വെള്ളം എങ്ങനെയാണ് ഉണ്ടാവാറ്? നമുക്കറിയാം, കുറച്ച് സോൾട്ടും കുറച്ച് വാട്ടറും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? ഒരു സോൾട്ട് വാട്ടറായിട്ട് അല്ലെങ്കിൽ ഒരു സോൾട്ട് സൊല്യൂഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണത്. ഇത് ഒരു ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ തന്നെയാണ്. ഈ റിയാക്ഷനിൽ പങ്കെടുത്ത രണ്ട് ആൾക്കാരെന്ന് പറയണത്, രണ്ട് റിയാക്റ്റൻസ് എന്ന് പറയണത്, ഒന്ന് നമ്മുടെ സോൾട്ടും അതുപോലെ തന്നെ രണ്ടാമത്തെ ആള് വാട്ടറുമാണ് അല്ലേ? ഈ രണ്ടാൾക്കാരും കൂടെ കൂടി ചേർന്നിട്ട് നമുക്ക് കിട്ടിയ ഒരാളാണ് ആര്? സോൾട്ട് വാട്ടർ, ആൻഡ് ദാറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് അവർ കെമിക്കൽ റിയാക്ഷൻ. So basically, or in a simple way, if someone asks you what is called a chemical reaction or what you understood from the term chemical reaction എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, when a reactant or when reactants converted into a product, that is called chemical reactions. അതാണ് ആദ്യമായിട്ട് ഏറ്റവും ബേസിക്കലി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ, നമ്മളുടെ സറൗണ്ടിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും, എല്ലായിടത്തും കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് കാണാൻ സാധിക്കും. ഈവൻ നമ്മുടെ ഒരു ബോഡിയുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ എത്രയോ അധികങ്ങളായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. ഇനി ഒന്നാമത്തെ ഒരു ഭാഗം നമുക്ക് പഠിക്കാനുള്ളത്, ഹൗ ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ഹാപ്പൻഡ്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മളെ ടീച്ചർ ലാബിലേക്ക് കൊണ്ടുപോയെന്ന് വിചാരിക്കാം. നമ്മൾ ടീച്ചർ ലാബിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് കുറേ കെമിക്കൽ റിയാക്ഷൻസ് കാണിച്ചു തരികയാണ്. ടീച്ചർ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് മനസ്സിലാവാന്ന് ചോദിച്ചു. ഞാൻ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയാം. വാട്ടറും സോൾട്ടും തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുക? കുറച്ച് വെള്ളം ഇട്ടു, നമ്മളതിൽ ഉപ്പ് ഇട്ടു, നമ്മളത് സ്റ്റിർ ചെയ്തു അല്ലേ? എന്നിട്ട് സ്റ്റിർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ സോൾട്ട് അതിൽ ഡിസോൾവ് ആയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. പക്ഷേ നമുക്ക് ഉറപ്പിക്കാൻ എന്താ ചെയ്യുക? നമ്മൾ ആ വാട്ടർ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ആ സൊല്യൂഷൻ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സൊല്യൂഷൻ ഹാസ് നൗ എ ഡിഫറെൻറ്റ് ടേസ്റ്റ് അല്ലേ? ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉപ്പ് രുചിയിലേക്ക് ആ സൊല്യൂഷൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ മുമ്പ് വെള്ളം എടുക്കുമ്പോൾ വെള്ളത്തിന് ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളതിൽ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് സ്റ്റിർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെന്തായിട്ട് മാറി? ഉപ്പ് വെള്ളമായിട്ട്, ഉപ്പ് രുചിയുള്ള സോൾട്ടി ടേസ്റ്റ് ഉള്ള ഒരാളായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്നുള്ളതിന് ഒരു പ്രൂഫാണ് ചേഞ്ച് ഇൻ ടേസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ടേസ്റ്റിൽ ഉണ്ടാവണം എന്തെന്ന് പറയാം, ഒരു മാറ്റം എന്ന് പറയാൻ പറ്റും. മറ്റൊരു റിയാക്ഷനാണ് അല്ലെങ്കിൽ മറ്റൊരു പ്രൂഫാണ് എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് ചോദിക്കുന്നിടത്ത് ചേഞ്ച് ഇൻ സ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ ഞാൻ ആദ്യത്തെ കാര്യം, ഒന്നാമത്തെ പോയിന്റ് ഇവിടെ എഴുതി വെക്കുകയാണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടേസ്റ്റ് ആണ്, അതായത് രുചിയിലുള്ള എന്തെന്ന് പറയുന്നത്? വ്യത്യാസം എന്ന് പറയുന്നത്. ഇതേപോലെ രണ്ടാമത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ചേഞ്ച് ഇൻ സ്റ്റേറ്റ് എന്ന് പറയുക അല്ലേ? ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, all the matters have different types of state അല്ലേ? എല്ലാ മാറ്ററുകൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റേറ്റുകളുണ്ട്. എന്താ സ്റ്റേറ്റ്? അവസ്ഥ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്.
സോളിഡ് സ്റ്റേറ്റ് അല്ലേ, ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഇപ്പോൾ നമ്മൾ വെള്ളം എടുത്തിട്ട് വാട്ടർ എടുത്തിട്ട് വാട്ട് ഈസ് ഇറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് എന്താ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അത് ഒരു ലിക്വിഡ് സ്റ്റേറ്റിലാണെന്ന് പറയും. നേരെ മറിച്ചിട്ട് നമ്മൾ സോൾട്ട് എടുത്തു, ഉപ്പ് എടുത്തു, അതിൻ്റെ സ്റ്റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക, അത് ഒരു സോളിഡ് സ്റ്റേറ്റിലാണെന്ന് പറയാം. ഇങ്ങനെ ഇപ്പോൾ ഒരു ഹൈഡ്രജൻ ഗ്യാസ് അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഗ്യാസ് എന്താ അതിൻ്റെ സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക, ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ എ ഗ്യാഷ്യസ് സ്റ്റേറ്റ്, നമ്മൾ അങ്ങനെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നോ എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണമാണ് ഒരു സ്റ്റേറ്റിലുള്ള ഒരാൾ, ഫോർ എക്സാമ്പിൾ ഒരു സോളിഡ് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ഒരാൾ ഒരു ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ തിരിച്ച് സംഭവിക്കാം. അങ്ങനെ സ്റ്റേറ്റുകളിൽ മാറ്റം ഉണ്ടാകുമ്പോഴും നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എന്തെന്ന് എഴുതുന്നത്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയാറുണ്ട്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിലുള്ള താപത്തിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ പറയും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. 10ാം ക്ലാസ്സിലൊക്കെ ചില കുട്ടികൾ ലാബിൽ പോയിട്ടുണ്ടാവും, അവർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കുറച്ച് സോഡിയം മെറ്റൽ എടുക്കുക. സോഡിയം മെറ്റൽ എന്ന് പറഞ്ഞൊരു വൈറ്റ് കളറിലൊക്കെ ഒരു വൈറ്റ് പെല്ലറ്റൊക്കെ ആയിട്ടാണ് ലാബുകളിൽ കിട്ടാറ്. നമ്മൾ ആ സോഡിയം മെറ്റൽ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ടു കിട്ടാം. നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മളൊന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ ആ പാത്രത്തിൻ്റെ അടിയിൽ കൈ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ പാത്രം ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചൂടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, നമ്മൾ കൊടുക്കാതെ തന്നെ അത് ചൂടാവാൻ ഹീറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി there is a change in temperature from the initial state. നമ്മൾ നേരത്തെ എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു ടെമ്പറേച്ചറിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ. അതും ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നോ എന്നുള്ളതിന് ഒരു തെളിവാണ്. ആൻഡ് ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കീ പോയിന്റ് ആണ് സാർ ഇവിടെ എഴുതുന്നുണ്ട്. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പറയാറ് എവല്യൂഷൻ ഓഫ് ഗ്യാസ് എന്ന് പറയാറുണ്ട്. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ചാടാന്നാ നമ്മൾ പറയാറില്ലേ, കുപ്പിയിൽ നിന്ന് ഭൂതം പുറത്തേക്ക് ചാടി എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു റിയാക്ഷൻ നമ്മൾ നടത്തുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഒരു കഷ്ണം സിങ്ക് എടുക്കുക. സിങ്ക് മെറ്റലൊക്കെ ലാബിൽ കിട്ടാറുണ്ട്. അത്ര റേറ്റ് ഉള്ള, അത്ര എക്കണോമിക്കൽ ആയിട്ടുള്ള വളരെ വില കുറഞ്ഞിട്ടുള്ളതാണ് സിങ്ക് മെറ്റൽ. ഒരു സിങ്ക് മെറ്റലിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നമ്മൾ കുറച്ച് ഒരു പാത്രം എന്നൊക്കെ പറയുമ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് കിട്ടോ, ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിൽ കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ട് നമ്മളൊരു സിങ്ക് മെറ്റൽ അതിൽ കൊണ്ടുപോയിട്ടു. കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും ഒരു ബബിൾ ഇങ്ങനെ മെല്ലെ അതിൻ്റെ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ബബിൾ ആരാന്നറിയോ, അത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഏതൊരു മെറ്റലും ഒരു ആസിഡിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഇവോൾവ് ചെയ്യാനാണ് പുറത്തേക്ക് വരുന്ന ആൾ അല്ലേ, ലിബറേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ വരുന്ന ആളാണ് എന്ത് ഗ്യാസ് എന്ന് പറയുന്നത്, ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത്. ആ ഹൈഡ്രജൻ ഗ്യാസ് മാത്രമാവണമെന്നല്ല കേട്ടോ, മറ്റ് പല റിയാക്ഷനിലും മറ്റ് അനവധി തരത്തിലുള്ള ഗ്യാസുകൾ പുറത്തേക്ക്, ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്ന റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്യാസുകൾ ചിലപ്പോൾ ഒരു റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്തെടുത്തു, നമ്മളൊരു സിങ്ക് എടുത്തു, ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ടു. ടീച്ചർ ചോദിക്കുകയാണ് അവിടെ റിയാക്ഷൻ നടന്നു എന്ന് നമ്മളോട് ചോദിച്ചാൽ നടന്നു എന്ന് നമ്മൾ എങ്ങനെ പറയുക, നമ്മൾ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഇങ്ങനെ ഒരു ബബിൾ ഇങ്ങനെ പൊന്തി വരുന്നത്, ബബിൾ വെറുതെ വരില്ലല്ലോ, എന്തോ ഒരു റിയാക്ഷൻ നടന്നിട്ടാണ് അവിടെ എന്ത് വന്നിട്ടുള്ളത്, ബബിൾ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയും എവല്യൂഷൻ ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞിട്ടും ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അതുപോലെ ഞാൻ ഇൻ അഡീഷൻ ഒരു പോയിന്റും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുകയാണ്. 5th പോയിന്റ് ആയിട്ട് ഞാൻ കൊടുക്കുകയാണ് ഫോർമേഷൻ ഓഫ് പ്രിസിപ്പിറ്റേറ്റ് എന്ന് കൊടുക്കുകയാണ്. ഇതും കെമിക്കൽ റിയാക്ഷൻ നടന്നോ എന്നുള്ളതിനൊരു തെളിവാണ്. ഫോർമേഷൻ ഓഫ് എന്തെന്ന് കൊടുത്തിട്ടുണ്ട്, പ്രിസിപ്പിറ്റേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പ്രിസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, പ്രിസിപ്പിറ്റേറ്റിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞത് ദ ഇൻസോലിയബിൾ സോളിഡ് സബ്സ്റ്റൻസ് ദാറ്റ് യു ക്യാൻ സീ ആഫ്റ്റർ എ റിയാക്ഷൻ എന്നാ പറയാ. നമ്മളൊരു സാധനം എടുത്തു, 2 റിയാക്റ്റൻ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ 2 സൊല്യൂഷൻ എടുത്തു. ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്ത് എ എന്ന് പറഞ്ഞ ടെസ്റ്റ് ട്യൂബും മറ്റൊരു ടെസ്റ്റ് ട്യൂബ് എടുത്ത് ബി എടുത്തു. ഇത് രണ്ടിലൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് രണ്ടും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത ടെസ്റ്റ് ട്യൂബിൻ്റെ ഏറ്റവും അടിയിൽ ഒരു പ്രസിപ്പിറ്റേറ്റ്, ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു പൊടി രൂപത്തിൽ ഒരു പൗഡേർഡ് ഫോമിൽ ഒരാൾ ഇങ്ങനെ ഉണ്ടായിട്ട് കാണാൻ സാധിച്ചു. അതാണ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയാം. അങ്ങനെ ഒരു പ്രസിപ്പിറ്റേറ്റിൻ്റെ സെറ്റിൽ ഡൗൺ കണ്ടാലും, അതായത് അടിഞ്ഞു ചേരൽ കണ്ടു കഴിഞ്ഞാലും നമുക്ക് പറയാൻ പറ്റും അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ തെളിവുകളാണ്, നടന്നു എന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ ചാപ്റ്ററിലെ ആദ്യത്തെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. സോ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ പറയുകയാണ്. വാട്ട് ആർ ദ മേജർ ഫൈൻഡിങ്സ് ആഫ്റ്റർ എ കെമിക്കൽ റിയാക്ഷൻ? ഒരു കെമിക്കൽ റിയാക്ഷന് ശേഷമുള്ള മേജർ ഫൈൻഡിങ്സ് ആയിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1 ചേഞ്ച് ഇൻ ടേസ്റ്റ്, 2 ചേഞ്ച് ഇൻ സ്റ്റേറ്റ്, 3 ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, 4 എവല്യൂഷൻ ഓഫ് ഗ്യാസ്,
5 ഫോർമേഷൻ ഓഫ് precipitate. ഈ ഒരു തരത്തിലാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ നടന്നോ അതോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യാറ് തീരുമാനിക്കാറ്. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അവിടെ റിയാക്റ്റന്റ് എന്തായിട്ട് മാറിയിട്ടില്ല എന്നാ മീനിങ്, അത് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തില്ല എന്നാണ് നമ്മളെ മീനിങ്. അപ്പോൾ ഇതോടുകൂടി ഒന്നാമത്തെ സെഷൻ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ കെമിക്കൽ റിയാക്ഷൻസിൽ തന്നെ അടുത്തൊരു ഭാഗം വരുന്നത് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞൊരു ഭാഗം വരുന്നുണ്ട് അല്ലേ. ആ ഭാഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബാലൻസിങ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്ന ഭാഗം. ഞാൻ എവിടേക്ക് പോവാണ് നോക്കാട്ടോ ബോർഡുമൊക്കെ നിങ്ങൾ. ഞാൻ അത് കുറച്ചും കണ്ട് മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് സാറ് മറ്റൊരു ഹെഡിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ബാലൻസിങ് ഓഫ് എ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്താണ് ബാലൻസിങ് ഓഫ് എ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയണം കാട്ടി മുമ്പേ ഏറ്റവും സിമ്പിളായിട്ട്, ഞാനിവിടെ കെമിക്കൽസ് ഒന്നും തരുന്നില്ല കേട്ടോ, ഏറ്റവും സിമ്പിളായിട്ട് ഈ ബാലൻസിങ് എന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, A2 എന്ന് പറഞ്ഞ ഒരാൾ, ഇത് ആരോ ആയിക്കോട്ടെ, A2 എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് വാട്ട് എവർ ഇറ്റ് ഈസ് ഡസൻ മാറ്റർ. ഓക്കെ, ഈ A2 എന്നുള്ള ആൾ ഒരു B2 എന്ന് പറയുന്ന ഒരാളായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു സാധനം മാറി, അതായത് ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറി AB. ഇവിടെ A ആരാ B ആരാ എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. A2 എന്നുള്ള ആള് B2 എന്ന് പറയുന്ന ഒരാളായിട്ട് റിയാക്ട് ചെയ്തിട്ട് AB ആയിട്ട് മാറി. ഇനി എന്താണ് ബാലൻസിങ് ഓഫ് എൻ ഇക്വേഷൻ? ഈ ബാലൻസിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ്. നമ്മൾ ഈ ഒരു ഭാഗത്തിന് നമ്മൾ എന്തെന്നാ വിളിക്കാറ് അല്ലേ, നമ്മൾ LHS എന്ന് പറയാറുണ്ട് അല്ലേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയാറുണ്ട്. ഈ ഭാഗത്തിന് നമ്മൾ എന്താ പറയാറ്, RHS എന്ന് പറയാറുണ്ട് അല്ലേ. RHS എന്ന് പറഞ്ഞാൽ എന്താ, റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് ഞാൻ പറയും. ഓക്കെ, ഇനി ഇതിൻ്റെ LHS കാണാൻ സാധിക്കുന്ന രണ്ടാൾക്കാരാരാ, LHS A എന്ന് പറയുന്ന ആളുണ്ട്, അതുപോലെ തന്നെ ഏതാളുണ്ട്, B എന്ന് പറയുന്ന ആളുണ്ട്. രണ്ടാളും കാണാനുണ്ട് അല്ലേ. A2 എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞ ആളുണ്ട്, B2 എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്ന ആളുണ്ട്. RHSന്റെ സൈഡിലും A എന്ന് പറയുന്ന ആളുണ്ട്, അതുപോലെ ആരുണ്ട്, B ഉണ്ട്. ഈ രണ്ടാൾക്കാരെ നിങ്ങൾക്ക് LHSലും RHSലും കാണാം. My first question is, are the number of A and B in the LHS side is equal to the number of A and B in the RHS side? LHSന്റെ സൈഡിലുള്ള Aയും Bയും RHSന്റെ സൈഡിലുള്ള Aയുടെയും Bയുടെയും എണ്ണം തുല്യമാണോ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. നോക്കുമ്പോൾ തന്നെ മനസ്സിലാവാം ശരിയല്ല അല്ലേ, തെറ്റ് തന്നെയാണ്. കാരണം എന്താ, നോക്കുക ബോർഡുമൊക്കെ LHSന്റെ സൈഡിൽ A എന്ന് പറയുന്നത് A2 എന്ന് പറഞ്ഞാൽ 2 A ഉണ്ട് എന്നാണ് അർത്ഥം. B2 എന്ന് പറഞ്ഞാലോ 2 B ഉണ്ട് എന്നാണ് അർത്ഥം, ശരിയല്ലേ. RHSന്റെ സൈഡ് നോക്കി നോക്ക്, പ്രോഡക്റ്റ് A2ഉം B2ഉം കൂടി ചേർന്നിട്ട് AB എന്ന് പറഞ്ഞ ഒരാളാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അവിടെ AB എന്ന് പറയണതിൽ ഒരു A ഉള്ളൂ, അതുപോലെ തന്നെ ഒരു എന്തേ ഉള്ളൂ, B ഉള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി ദ നമ്പർ ഓഫ് ആറ്റംസ് ഓർ ദി നമ്പർ ഓഫ് പേഴ്സൺ എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. ഈ LHSന്റെ സൈഡിലും RHSന്റെ സൈഡിലുള്ള ആൾക്കാരെണ്ണം എന്തല്ല, തുല്യമല്ല എന്ന് നമുക്ക് മനസ്സിലായി. നോട്ട് ഈക്വൽ, റൈറ്റ്. സോ വി ഹാവ് ടു മേക്ക് ഇറ്റ് ഈക്വൽ. നമ്മളത് എന്താക്കണം, ഈക്വൽ ആക്കണം. അതിൻ്റെ മുമ്പിൽ എന്താ വഴി? ഞാൻ ആദ്യം പറഞ്ഞു തരുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യം പറഞ്ഞു തരാം, അത് പഠിപ്പിച്ചു തരികയാണോ? അങ്ങനെയല്ല കേട്ടോ. ആ തെറ്റൊരിക്കലും വരുത്താതിരിക്കാനാണ് കുട്ടികൾ കാണിക്കുന്ന ഒരു തെറ്റ് ഞാൻ ആദ്യം പറഞ്ഞു തരുന്നത്. ചില കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാണുന്ന ഭാഗത്ത് ഓക്കെ മാഷേ ഇവിടെ 2 A ഉണ്ട്, ഇവിടെ 2 B ഉണ്ട്, അപ്പോൾ ഇവിടെയും A2 B2 നാക്കിക്കൂടെ എന്ന് ചോദിക്കാറുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ? ഡെഫിനറ്റ്ലി ദിസ് ഈസ് എ ഇൻകറക്റ്റ് വൺ. ഇത് ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, A2ഉം B2ഉം കൂടി ചേർന്നിട്ട് ഉണ്ടാവുന്ന ആളെ പേര് AB എന്നാ. പിന്നെ നമ്മൾ എങ്ങനെ അതിനെ A2 B2 എന്ന് പറഞ്ഞ ആളാക്കി മാറ്റി? A2 B2 വേറെ ആളാ, AB എന്ന് പറഞ്ഞത് വേറെ ആളാണ്. അപ്പം ഇങ്ങനെ ചെയ്ത് എന്താണ്, തെറ്റാണ്. അതായത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും അടിയിൽ കൊണ്ടിട്ടും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. ഇനി എവിടെയാണ് ഞാൻ ബാലൻസ് ചെയ്യേണ്ടത്, അതും കൂടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ കാണിച്ചു തരാൻ പോവാ കേട്ടോ. ബോർഡ് നമുക്ക് നോക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ 2 മായച്ചിട്ടുണ്ട്, ഈ കാണുന്ന ഭാഗം മായച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് അറിയോ? ബോർഡ് നമുക്ക് നോക്കുക. യെസ്, അതായത് ഞാൻ ചെയ്യണത് നിങ്ങൾക്കറിയാം, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് 2 ആക്കണം, ഇവിടുത്തെ A ഇവിടുത്തെ B 2 ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിൾ ആണ് അല്ലേ. ഒരു ഇൻറ്റു 2 ആയിട്ട് ഇവിടെ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? 2AB. അപ്പോഴും ശബ്ദം നോക്ക്, AB തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്.
2ab എന്ന് പറഞ്ഞാൽ 2ab. 2ab എന്ന് പറഞ്ഞാൽ എന്താ? 2a ഉണ്ട് 2b ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സാധനത്തിനെ ബാലൻസ് ചെയ്യുമ്പോൾ അത് LHS സൈഡിലാണെങ്കിലും RHS സൈഡിലാണെങ്കിലും നമ്മൾ ബാലൻസ് ചെയ്യേണ്ട സൈഡ് എന്ന് പറയുന്നത് കണ്ടോ, ഈ ആൾക്കാർക്കൊക്കെ ഇവിടെ ഒരു സൈഡ് ഉണ്ട്. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഏത് നമ്പർ വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാം കേട്ടോ. അതൊരു പ്രശ്നമല്ല, കറക്റ്റ് ആയാന്ന് മാത്രം മതി എന്നേ ഉള്ളൂ. അപ്പോൾ എപ്പോൾ ഒരിക്കലും അടിയിൽ കൊണ്ടുപോയിട്ട് ബാലൻസ് ചെയ്യരുത്. അത് ആ ആറ്റങ്ങളുടെ ബാലൻസ് ചെയ്യണം, അതിൽ മാറ്റമൊന്നും വരുത്തരുത്. ഈ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബാലൻസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിവിടെ കിടന്നോട്ടെ. അപ്പോൾ ഞാൻ ആദ്യം വാട്ട് ഈസ് കോൾഡ് എ ബാലൻസിങ് ഓഫ് എ കെമിക്കൽ ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദി നമ്പർ ഓഫ് ആറ്റംസ്, നമ്മൾ ഒരു റിയാക്ഷൻ എടുക്കുമ്പോൾ, ഒരു മോളിക്യൂൾ എടുക്കുമ്പോൾ, ഒരു കോമ്പൗണ്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ആറ്റംസ് ആണ്, എലമെന്റ്സ് ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അറിയോ? അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, when the number of atoms in the reactant side is equal to the number of atoms in the product side, then only you can say a chemical reaction is balanced. അപ്പോൾ മാത്രമേ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്തെന്ന് പറയാൻ പറ്റുള്ളൂ, ബാലൻസ് ചെയ്യാൻ പാടുള്ളൂ. I will give you few example. Let us explain with few example. നമ്മൾ കുറച്ച് എക്സാമ്പിൾ എടുത്തിട്ട് അത് പറഞ്ഞു നോക്കാം. വളരെ സിമ്പിൾ ആട്ടോ. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്താലേ, ടെക്സ്റ്റ് ബുക്കിൽ ഒരു വലിയ ടേബിളൊക്കെ കൊടുത്തിട്ട് LHS RHS എന്നൊക്കെ എഴുതിയിട്ട് വലിയ രീതിയിൽ ചെയ്തു പോകുന്നുണ്ട്. എങ്ങനെ ചെയ്താലും ഒരു മാർക്കേ ഉള്ളൂ. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴിയിലൂടെ ചെയ്ത് നോക്കുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോണത് കേട്ടോ. റൈറ്റ്. അപ്പോൾ നോക്കി നോക്കുക, ബോർഡുമൊക്കെ നോക്കുക. ഇതാ ഞാൻ കാണിച്ചു തരാൻ പോവാണ്. സാർ ഇത് കണ്ട് നീക്കിയിട്ടുണ്ട്. ഐ ആം ഗോയിങ് ടു ഗിവ് യു അനദർ എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, എന്താ വാട്ടർ എന്ന് പറഞ്ഞാൽ? വാട്ടർ എന്ന് പറഞ്ഞാൽ H2O. മേ ആസ്ക് യു വൺ തിങ്, ഹൗ വാട്ടർ ഈസ് ഫോംഡ്? എങ്ങനെയാ വെള്ളം ഉണ്ടാവുക അല്ലേ? എല്ലാവരും അറിയാം, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടെ കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്, വാട്ടർ എന്ന് പറയുന്നത് അല്ലേ. വെള്ളം എന്ന് പറയാം, ജലം നമ്മൾ പറയാറുണ്ട് അല്ലേ. ജലത്തിന്റെ അല്ലെങ്കിൽ വാട്ടറിന്റെ ഫോർമുല എല്ലാവർക്കും അറിയാം, H2 എന്നുള്ള ഫോർമുലയാണ്. പക്ഷേ ഹൈഡ്രജന്റെ ഫോർമുല എന്താണെന്ന് അറിയോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. ചില കുട്ടികൾ ഹൈഡ്രജനെ H എന്ന് എഴുതും. H അല്ല ഹൈഡ്രജൻ. ഹൈഡ്രജൻ H ആണ്. പക്ഷെ ഹൈഡ്രജൻ നിലനിൽക്കുന്ന എക്സിസ്റ്റ് ചെയ്യുന്ന ഫോം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഓൾവേസ് എക്സിസ്റ്റിംഗ് ഇൻ ദ ഫോം H2 എന്ന് പറഞ്ഞിട്ടാണ് എക്സിസ്റ്റ് ചെയ്യാറ്. ആൻഡ് likewise the formula of oxygen is O2. ഓക്സിജന്റെ ഫോർമുല എന്താ? O2 ആണ്. And you know that when hydrogen and oxygen react together you will get water. നമുക്ക് കിട്ടുന്നത് എന്താ? വെള്ളമാണ് അല്ലേ. ആ വെള്ളത്തിന്റെ ഫോർമുല എന്താ? H2O. നമ്മളിതിങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു പോരായ്മ ഉണ്ട് അല്ലേ, ചെറിയൊരു പോരായ്മ. അതായത് ഇവിടുത്തെ ഹൈഡ്രജൻ എണ്ണം അവിടുത്തെ ഹൈഡ്രജൻ എണ്ണം കറക്റ്റ് ആണ്. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാല്ലേ. LHS സൈഡ് നോക്കുമ്പോൾ LHS സൈഡിൽ ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്, ഓക്സിജനും 2 എണ്ണം ഉണ്ട് അല്ലേ. RHS സൈഡ് എന്ന് പറയുമ്പോൾ പ്രോഡക്ട്സിന്റെ സൈഡ്. ഇത് പ്രോഡക്റ്റ് സൈഡ് ആട്ടോ, ഇതൊക്കെ ഓർത്ത് വെക്കണം. ഇതാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ആരെന്ന് പറയാ, നമ്മൾ റിയാക്ടന്റ് എന്ന് കൊടുക്കാറ് അല്ലേ. ഇനി ബോർഡുമൊക്കെ നോക്കി നോക്ക്. ഇതിന്റെ LHS സൈഡ് എടുക്കുമ്പോൾ ഹൈഡ്രജന്റെ എണ്ണം 2 ആണ്, പ്രശ്നമില്ല. പക്ഷെ ഓക്സിജൻ എണ്ണം എന്താ? ഓക്സിജൻ എണ്ണം 1 ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരു സംശയം, അതെന്താ അങ്ങനെ? 2 ഹൈഡ്രജനും 2 ഓക്സിജനും കൂടി ചേർന്നിട്ടുണ്ടാവുന്ന വെള്ളത്തിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജൻ അല്ലേ ഉള്ളൂ, 1 ഓക്സിജനെ കാണാനില്ലല്ലോ എന്നൊരു സംശയം നമുക്ക് ഉണ്ടാവില്ലേ? അവിടെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യേണ്ടത്, ബാലൻസ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആട്ടോ, ജസ്റ്റ് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. ഞാനൊരു മഞ്ഞ കളർ എടുത്തിട്ട് എഴുതി തരാൻ പോവാണ്. ബോർഡുമൊക്കെ നോക്കുക കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഞാൻ പറയണ പോലെ ഒന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ. ഹൈഡ്രജന് പ്രശ്നമില്ല, അവിടെ നിന്നോട്ടെ. ഇവിടെ 1 ഓക്സിജൻ ഉള്ളൂ, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇതാ കണ്ടോ, ഈ കാണുന്ന ഭാഗങ്ങളിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇതാ ഈ കാണുന്ന സൈഡിൽ മാത്രമേ ബാലൻസ് ചെയ്യാൻ പാടുള്ളൂ. ബാലൻസ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ബാലൻസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ പറയാണ്, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. ആരും കൊണ്ടിട്ട് ഈ ഓക്സിജന്റെ അടിയിൽ 2 ഇട്ട് കൊടുക്കരുത്. H2O2 എന്ന് എഴുതരുത്. H2O2 എന്ന് പറഞ്ഞാൽ വാട്ടർ അല്ല, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു മോളിക്യൂളാണ്, മറ്റൊരു കോമ്പൗണ്ട് ആണ്. അത് എഴുതി വെക്കരുത്. പിന്നെ എന്താ ചെയ്യുക? ഞാൻ ഈ ഭാഗം ഒരു 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്താ കിട്ടിയത്? ഈ 2 × O എന്ന് പറഞ്ഞാൽ 2 ഓക്സിജനായി. ഇവിടെ O2 സന്തോഷമായി, അത് 2 ഓക്സിജനായി. പക്ഷെ ഒരു പന്തികേടുണ്ട്. ഇപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? ഓക്സിജൻ എണ്ണം ശരിയാക്കി കഴിഞ്ഞപ്പോൾ ആര് തെറ്റി? ഹൈഡ്രജൻ തെറ്റില്ലേ. ഇവിടെ 2 × O അത് കറക്റ്റാ, 2 ഓക്സിജനാ. ഇവിടെ 2 ഓക്സിജനാ. പക്ഷെ 2 × H2 എന്ന് പറയുമ്പോൾ 2 × H2 എന്താ? 2 × H2 എന്ന് പറഞ്ഞാൽ 2 × H2 എന്ന് പറഞ്ഞാൽ 4 ഹൈഡ്രജൻ ഉണ്ടെന്നാണ് മീനിങ്. 2 × H2 എന്ന് പറയുമ്പോൾ തന്നെ 2 ഹൈഡ്രജനായി. അതിന് 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 4 ഹൈഡ്രജനായി. അത് പ്രശ്നമാണ് അല്ലേ. അപ്പൊ നമ്മളിത് മൊത്തം വായിക്കണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. റിയാക്ടൻ സൈഡും നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. 2 × H2 4 ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജനെ ശരിയാക്കിയാൽ മതി. ഓക്സിജൻ ഇപ്പൊ കറക്റ്റാ.
ഹൈഡ്രജൻ ഇവിടെ 4 ആക്കിയാൽ മതി. ഇവിടെ 4 ആക്കി എന്ത് ചെയ്താൽ മതി? ഇവിടെയും ഒരു 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 into H2 എത്ര ഹൈഡ്രജൻ ആയി? 4 ഹൈഡ്രജൻ. സോ നൗ ഇപ്പോൾ പുതിയതാണ് കേട്ടോ, പുതിയതായിട്ട് ഹൈഡ്രജൻ്റെ എണ്ണം 2 into H2 4, ഓക്സിജൻ്റെ എണ്ണം O2 എന്ന് പറഞ്ഞാൽ 2 എണ്ണം. Likewise, when you look into the product side, you can see that the same number of hydrogen, right? 2 into H2, 4 hydrogen are there, and 2 into O, you can see 2 oxygen atom. Now your chemical reaction is balanced. Very simple, അല്ലേ? എത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യം. I will show you another example. ഞാൻ മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. Okay, see, we are going to deal with another example. ഹൈഡ്രോക്ലോറിക് ആസിഡ് കേട്ടിട്ടില്ലേ? HCl എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നക്കാരനായിട്ടുള്ള ആസിഡാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ നമ്മളൊന്ന് ചെയ്ത് നോക്കാം. സി ദാ സാറ് ബോർഡ് എടുക്കുന്നുണ്ട്, ബോർഡ് എഴുതുന്നുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയോ? ഇതാണ് കെമിക്കൽ ഇക്വേഷൻ, ഫോർമേഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. H2 plus Cl2 gives HCl. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഫോർമുല HCl ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവുന്നത് ഹൈഡ്രജൻ ഗ്യാസും ക്ലോറിൻ ഗ്യാസും കൂടി ചേർന്നിട്ടാണ്. നൗ നമ്മൾ നോക്കുക LH സൈഡ് അല്ലേ, ഹൈഡ്രജൻ 2, ക്ലോറിൻ 2. പ്രോഡക്റ്റ് സൈഡിലേക്ക് നോക്കി നോക്കുക, RH സൈഡിൽ ഹൈഡ്രജൻ 1 ഉള്ളൂ, ക്ലോറിൻ 1 ഉള്ളൂ അല്ലേ. അപ്പൊ ക്ലോറിനും ഹൈഡ്രജനും ഇരട്ടിയാക്കി മാറ്റണം. എവിടെ? പ്രോഡക്റ്റ് സൈഡിൽ. വെരി സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഞാൻ എന്താ ചെയ്യണത്? ബോർഡ് നമുക്ക് നോക്കി നോക്ക്. ഈ കാണുന്ന ഭാഗം ഒരു 2 ആയിട്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പൊ എന്താ? 2 into H എന്ന് പറഞ്ഞാൽ 2H, 2H ആയി. 2 into C എന്ന് പറഞ്ഞാൽ 2Cl ആയി. പരിപാടി കഴിഞ്ഞു. അപ്പൊ Hന്റെ എണ്ണം 1ൽ നിന്ന് മാറിയിട്ട് എന്തായിട്ട് മാറി? 2 ആയിട്ട് മാറി. Clന്റെ എണ്ണം 1ൽ നിന്ന് മാറിയിട്ട് എന്തായിട്ട് മാറി? 2 ആയിട്ട് മാറി. നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ എന്തായി? ബാലൻസ് ചെയ്തു. ആൻഡ് ഐ എം ഗിവിംഗ് യു ഫൈനൽ എക്സാമ്പിൾ. ഒരു എക്സാമ്പിളൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ നിങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ, എന്നാലും അത് ശരിയാവുള്ളൂ. കാരണം വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ വരും. സോ ഐ ആം ഗിവിംഗ് യു അനദർ എക്സാമ്പിൾ. ലാസ്റ്റ് ഒരു എക്സാമ്പിൾ, അമോണിയ എന്ന് കേട്ടിട്ടില്ലേ? ഭയങ്കര പ്രശ്നക്കാരനായിട്ടുള്ളൊരു റിയേജന്റ് ആണ്, ഓർഗാനിക് കോമ്പൗണ്ട് ആണ് അമോണിയ. NH3 എന്ന് പറഞ്ഞ ആളാ. NH3 എന്ന് പറഞ്ഞാൽ അതിൽ നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഫോർമേഷൻ ഓഫ് NH3 ഒന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ബോർഡ് നമുക്ക് നോക്കിക്കോളൂ. ഇതാ സാറ് എക്സാമ്പിൾ തരുന്നത്. ഫോർമേഷൻ ഓഫ് അമോണിയ. അമോണിയയുടെ ഇക്വേഷൻ ഞാൻ തരും, നിങ്ങൾ ബാലൻസ് ചെയ്താൽ മതി. ഇതാണ് ഇക്വേഷൻ. N2 plus H2 gives NH3. ഇതാണ് ഇക്വേഷൻ അമോണിയയുടെ. നമുക്ക് നോക്കുക കേട്ടോ, സിമ്പിൾ ആയിട്ട് ചെയ്യാണ്. ലാസ്റ്റ് 1 ആണ്, ഉഷാറാവണം. നോക്കി നോക്ക്. ഇവിടെ 2 നൈട്രജൻ ഉണ്ട് അല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ, എല്ലാതും കൂടെ കാണുമ്പോൾ തന്നെ അയ്യോ ഇതിപ്പോൾ എവിടെ ബാലൻസ് ചെയ്യണമെന്ന് ടെൻഷൻ അടിക്കണ്ട. ഏതെങ്കിലും ഒരു ആറ്റം ആദ്യം ശരിയാക്കുക, ആരെങ്കിലും ഒരു ആറ്റം ആദ്യം ശരിയാക്കും, ബാക്കി ഓട്ടോമാറ്റിക്കലി നമുക്ക് ശരിയാക്കാൻ പറ്റും. സി യു ക്യാൻ സി 2 നൈട്രജൻ ഹിയർ അല്ലേ, N2, 2 ഹൈഡ്രജൻ. പക്ഷെ ഇവിടെ ആണെങ്കിലോ 1 നൈട്രജൻ 3 ഹൈഡ്രജൻ. ഞാൻ ആദ്യം എന്താ ചെയ്യണത്? ഞാൻ ഈ LHS RHS ഒന്നും എഴുതണില്ല കേട്ടോ, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബോർഡുമൊക്കെ നോക്കുക, നിങ്ങൾ ബോർഡുമൊക്കെ നോക്കിക്കോളൂ. ഈ കാണുന്നത് എന്താ ചെയ്യുക? ഇവിടെ 2 നൈട്രജൻ ഇല്ലേ? ഇവിടെ 2 നൈട്രജൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കാണുന്ന ഭാഗം ഒരു 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയട്ടെ, പിന്നൊക്കെ നമുക്ക് ചെയ്യാം അല്ലേ. 2 into N, 2 നൈട്രജൻ ആയി. N2 എന്ന് പറഞ്ഞാലും 2 നൈട്രജൻ, അത് കറക്റ്റായി. ഇനി ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? H2, 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. ഇവിടെ എത്ര ഹൈഡ്രജനാ? 2 into 3. 2 into 3 എന്ന് പറഞ്ഞാൽ 6 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. 6 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പൊ നമുക്കിപ്പോൾ എന്താ പ്രശ്നം? നൈട്രജൻ ഓക്കെയാണ്, ഹൈഡ്രജൻ ആണ് പ്രശ്നക്കാരൻ അല്ലേ. 6 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെയാണെങ്കിലോ 2 ഹൈഡ്രജനേ ഉള്ളൂ. ആ 2നെ എങ്ങനെ 6 ആക്കുക? 2നെ 6 ആക്കാൻ എന്താ ചെയ്യുക? 2നെ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൽ 6 ആയില്ലേ, 6 ആയില്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3H2, 3 into H2 എന്ന് പറഞ്ഞാൽ 3 into 2 6. 2 into H3 എന്ന് പറഞ്ഞാൽ എന്താ? 2 into 3, അതും 6. അപ്പൊ പരിപാടി കഴിഞ്ഞു അല്ലേ. അപ്പൊ നോക്കി നോക്കി LH സൈഡിൽ നൈട്രജൻ 2, ഹൈഡ്രജനോ 3 into H എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ എണ്ണം 6, കറക്റ്റ് ആണ്. 2 NH3 എന്ന് പറയുമ്പോഴോ നൈട്രജൻ്റെ എണ്ണം 2 ആണ്, ഹൈഡ്രജൻ്റെ എണ്ണോ 2 into 3 6 ആണ്. നൗ യുവർ കെമിക്കൽ റിയാക്ഷൻ ഈസ് പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് അല്ലേ. അപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്? ബാലൻസ് ചെയ്തിട്ടുണ്ട്. പരിപാടി അവസാനിപ്പിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റിയാക്ടൻ സൈഡും പ്രോഡക്റ്റ് സൈഡും ഈക്വൽ ആവുമ്പോഴാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ ബാലൻസ് ചെയ്തെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പാഠത്തിൻ്റെ ഒരു സെക്ഷനെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ്. യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. നമ്മൾ അടുത്ത സെഷനിൽ ആ ഭാഗങ്ങളായിട്ട് തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.